ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ 65 ബിരിയാണി ആട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ബിരിയാണി പീസ് വലിയ പീസാണല്ലോ എടുക്കൽ. ഇത് അത്രയും വലുതാക്കിയിട്ടില്ല കേട്ടോ. ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. 65 ബിരിയാണി ആകുമ്പോൾ ചെറിയ പീസ് തന്നെയാണ് കേട്ടോ നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിലേക്ക് ഇത്ര ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1 ടീസ്പൂൺ മൈദപ്പൊടി, 1.5 ടീസ്പൂണ് പിന്നെ കോൺഫ്ലവർ, പിന്നെ കുറച്ച് കറിവേപ്പില കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പുളിക്കായിട്ട് നമ്മൾ സുറുക്ക ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 1 ടീസ്പൂണ് സുറുക്ക, അല്ലെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീര് ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മസാല പുരട്ടിയ ശേഷം 1 മണിക്കൂർ എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ എത്രത്തോളം വെക്കുന്നോ അതിനനുസരിച്ച് നമ്മളെ ചിക്കനിൽ എരിവും പുളിയും എല്ലാം നല്ല പോലെ ഒന്ന് പിടിച്ച് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഇതാ ചൂടാക്കാനായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. മീഡിയം സൈസിലുള്ള 3 ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായത്. അത് നൈസായിട്ട് കട്ടാക്കുക, എന്നാൽ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. ആദ്യത്തെ ഒരു ട്രിപ്പ് മരുന്നിട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ പെട്ടെന്ന് റെഡി ആയിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ മസാല ആക്കാനും പിന്നെ എല്ലാറ്റിനും കൂടി ചിക്കൻ ഫ്രൈ ചെയ്യാനും എല്ലാറ്റിനും കൂടി ഈ ഒരു എണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതേപോലെ തന്നെ നമുക്ക് എല്ലാ ഉള്ളിയും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാനാണ്. ഇപ്പോൾ ഇവിടെ 5 ഉള്ളിയാണ് കേട്ടോ ടോട്ടൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 3 ഉള്ളി ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് കളർ മാറണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ തന്നെ കോരാം. ഇനി അതേ ഓയിൽ തന്നെ നമുക്ക് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ പീസാണ് കേട്ടോ നല്ലത് എപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് വലിയ പീസായിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ചെറിയ പീസാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് പറയാൻ വിട്ടുപോയിട്ടാണ്, കുറച്ച് റെഡ് കളർ ചേർത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചേർക്കുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒന്നുകൂടി കാണാനൊരു മഞ്ചാണെങ്കിൽ ഒന്ന് കുറച്ച് റെഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ വന്നാൽ നമുക്കിത് ഒന്ന് കോരി മാറ്റാം കേട്ടോ. ഒരുപാട് ഇങ്ങനെ കരിയാണ്ട് ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ ചിക്കനൊരു ഉറപ്പ് വരും കേട്ടോ. നല്ല എപ്പോഴും നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കണം. എന്ന് വെച്ച് വേഗാതെ എടുക്കരുത് കേട്ടോ, വെന്തിട്ട് വേണം എടുക്കാൻ വേണ്ടി. പിന്നെ ചില ആളുകളാണ് ഒരുപാട് സമയം വെച്ച് കരിയിച്ച് അതിൻ്റെ കളർ ഇങ്ങനെ കറുപ്പ് കളറാകുന്നവർ വെക്കുന്നതാണ്. അപ്പോൾ അത്രയൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം, അത്രയേ വേണ്ടൂ. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനെല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. ഇനി അതേ ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ടും ഓയിലും ബാക്കിയുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനെ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ മസാലക്കെല്ലാം കൂടിയിട്ടുള്ള ഓയിൽ തന്നെ എടുക്കാം കേട്ടോ. ബാക്കിയുള്ള സമയമാകുമ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ അങ്ങനെ വേസ്റ്റ് ആയാലാണല്ലോ. ഇങ്ങനെ ബിരിയാണി വെക്കുന്ന സമയത്തൊക്കെ അതൊക്കെ ചിലവാകും. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നൈസായി കട്ടാക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ വഴന്ന് വരണം. നമ്മളെപ്പോഴും ബിരിയാണിയിലെ മസാലയൊക്കെ ആകുമ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ വേവണം കേട്ടോ. ഉള്ളി കടിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളി നന്നായിട്ട് വെന്ത ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയം നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അത് വെന്തെന്ന്. പക്ഷേ അത് അങ്ങനെ ആ ഒരു റെഡ് കളർ വരുമല്ലേ. അതുകൊണ്ട് നമ്മൾ മാക്സിമം നോക്കാം, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും കിറുന്നില്ല ആ ഒരു സൗണ്ട് പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ.
ഉള്ളി നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല വലിപ്പമുള്ള തക്കാളിയാണെങ്കിൽ 2 മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഈ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വെന്ത് വരണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അതാ നമ്മൾ തക്കാളി ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നമുക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കാം. ചില പച്ചമുളക് എരിവ് വളരെ കുറവായിരിക്കും കേട്ടോ. അങ്ങനെയുള്ളത് കുറേ ചേർക്കേണ്ടി വരും. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറും വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ പച്ചമണം നന്നായിട്ട് പോകണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരിത്തിരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് ചേർക്കണമെന്നൊന്നുമില്ല, നല്ല ചെറുതായിട്ടൊന്ന് കളർ വന്നോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ചേർത്തതാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 3-3.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തൈര് ചേർത്തിട്ടുണ്ട്. പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ പുളി കുറവുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊടിയാൻ വേണ്ടി ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണ് ഇത്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മളെ മല്ലിച്ചപ്പ്, പുതിനയൊക്കെ ചേർത്ത് കൊടുക്കണം. മല്ലിച്ചപ്പും പുതിനയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലവർക്ക് അത് നല്ലോണം ആയിക്കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. ചിലവർക്ക് അത് നല്ലോണം ഉണ്ടാകുമ്പോഴേക്കും ബിരിയാണി കഴിക്കാൻ ഇഷ്ടം ഉണ്ടാകുക. അതുകൊണ്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഈ മസാലയും ചിക്കനെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. റൈസ് എപ്പോഴും നമ്മൾ ബേക്കാൻ നേരത്ത് ഉണ്ടാക്കലായിരിക്കും കേട്ടോ നല്ലത്. ചൂടോടെ തന്നെ ഇപ്പോൾ കഴിക്കാം. ഇനി ഇതേ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടില്ല അതേ ഓയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് ഉണ്ടായതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൽ ഒന്ന് ചൂടായി വരുമ്പോൾ പട്ട, ഗ്രാമ്പ്, ഏലക്കെല്ലാം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പൊട്ടി വന്നാൽ നമുക്ക് ഇതിൽ അരിക്കനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ എടുക്കുന്ന അരി ഏതാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾ പിന്നെ ഈ സമയത്ത് നിങ്ങൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ചേർക്കുമ്പോൾ അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിൽ കിട്ടും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഡാൽഡയും വെളിച്ചെണ്ണയായിട്ട് എടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളെ റൈസ്. ഈ സമയത്ത് കുറച്ച് പുതിനയിലയും മല്ലിച്ചപ്പും ഇട്ടെടുത്തിന് 1 ടേബിൾ സ്പൂൺ എടുത്ത് മതി. പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ റൈസിൽ. ഞാനധികം ഇട്ട് കൊടുക്കലുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുക. ഇനി ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അതുപോലെ തന്നെ ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചോറൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളക്കണം. അരി ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പം കണ്ട വെള്ളയിലൊന്ന് കുറുകി വരുന്നുണ്ടാവും. ഈ സമയത്ത് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അതിന് ബാക്കി കുക്ക് ചെയ്യാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറക്കൊന്നും വേണ്ട. ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ആകുമ്പോൾ തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മളെ റൈസൊക്കെ
വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചോറൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി നമുക്കിത് ഒന്ന് ദമ്മിട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഇതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ദമ്മിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ചോറെല്ലാം ഒന്ന് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾ വേറെ പാത്രത്തിലാണ് ദമ്മിടുന്നെങ്കിൽ കുഴപ്പമില്ല, ഇത് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതേ പാത്രത്തിൽ തന്നെ ദമ്മിടാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചോറൊക്കെ വേറെയിൽ മാറ്റാണ്. ഇനി പാത്രത്തിൽ തന്നെ ഞാൻ നമ്മൾ മസാല ഉണ്ടല്ലോ അത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ഈ റൈസും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പാലൊന്ന് കലക്കിയിട്ട് അത് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണ്ട കേട്ടോ. ഇപ്പോൾ കുറച്ചൊരു കളർ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കുറച്ച് മതി കേട്ടോ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ച് ഒരു 10 മിനിറ്റ് വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് കഴിക്കാം കേട്ടോ. ഈ സമയത്ത് ഞാൻ കുറച്ച് നെയ്യും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇടണ്ട കേട്ടോ. എന്നാലും ഗീ റൈസിന് ആ ഒരു ഗീൻ്റെ ഒരു ഫ്ലേവറും കൂടി വരണമല്ലോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അതും കൂടി ആക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. 10 മിനിറ്റ് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കി വെക്കാം. അത് നമ്മളെ ഈ മൂടിക്ക് ഇങ്ങനെ കറുപ്പ് കളറാകുന്നത് അത് ഫുള്ള് ദമ്മിടുന്നതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ കനലൊക്കെ ഇട്ടിട്ട് ദമ്മിടൂലേ അങ്ങനെ അടുപ്പിൽ വെക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ മൂടി. എന്നിട്ടിതാ ഞാൻ റൈസിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഈ ഒരു ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.